ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നമ്മളുടെ മത്സരാർത്ഥികൾ എവിടെ സഹോദര? ഇന്ന് ഓണം സ്പെഷ്യൽ റൗണ്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിന്റെ അഭിമാനമായ തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. നമ്മളുടെ സൂര്യ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയുണ്ടല്ലോ, ചട്ടമ്പി പാറു. ചട്ടമ്പിപ്പാറു. അതിലെ നായികയാണ് ഇന്ന് നമുക്ക് ഇവിടെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ചട്ടമ്പി പാറുവിലെ പാറുക്കുട്ടിയുടെ കൂടെ എത്തിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രിയൻ. അപ്പോ അവരോടൊപ്പം തന്നെ നമ്മളുടെ മത്സരാർത്ഥികളും ഒരുമിച്ച് വരും. നല്ലൊരു ഗാനം അവർക്കായി ഇട്ടു കൊടുക്കും. അളിയ, നമ്മൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ച എന്ത് നടന്ന പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങി വെച്ച ഓണ ആഘോഷം എന്താണെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. വെരി ഗുഡ്. അവിടെ എന്തിനു പതുക്കെ എന്റെ പേര് ഗോപിക. വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്. ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഇതിലും ഒന്നുമില്ല, അപ്പോഴും ജയിച്ചിരിക്കുകയാണ് എന്റെ സ്വന്തം ടീച്ചർ. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സരിച്ച് 3 പേർ വിജയികളായി കഴിഞ്ഞല്ലോ. ഇന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ദിവസമാണ്. എങ്ങനെ? ഇന്ന് മത്സരിക്കാൻ പോണത് കഴിഞ്ഞ തവണ മത്സരത്തിൽ വിജയിക്കാതെ നഷ്ടപ്പെട്ടു പോയവർക്ക് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള മത്സരങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. സെമി ഫൈനൽ ക്വാളിഫയർ റൗണ്ട് ആണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ എന്റെ ടീമിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇവിടെ വേണം, അത്ര മതി. എളുപ്പം പറഞ്ഞാൽ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവന്റെ കൂടെ കൂടി തോറ്റ് പണ്ടാറടങ്ങിയവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ചിരി സൂര്യക്കൊപ്പം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് സൂര്യ ടിവിയിൽ ഇന്ന് മുതൽ 8 മണിക്ക് ആരംഭിക്കുന്ന സൂര്യ ടിവിയുടെ ഏറ്റവും പുതിയ പരിപാടി ഫൺ ബേബി ഫൺ. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും മാജിക്കൽ കോംബോ വിഷു, ധർമ്മജൻ ആൻഡ് ആര്യ ബാക്ക് ഓൺ ഫൺ ബേബി ഫൺ ഇൻ സൂര്യ ടിവി. അങ്ങനെ സൂര്യ ടിവി കുടുംബത്തിലേക്ക് എന്റെ കുടുംബത്തിൽ നിന്നും ഞാനൊരാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരെ, പെങ്ങന്മാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം ഒരു 8 മണി വരെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചിട്ട് വരൂ. അപ്പൊ മറക്കാതെ കാണുക, ഇന്ന് 8 മണിക്ക് നമ്മളുടെ സ്വന്തം സൂര്യ ടിവിയിൽ ഫൺ ബേബി ഫൺ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഗോ ഗോ ഗോ. എന്റെ ടീമിൽ പങ്കെടുത്ത് വീണ്ടും നിങ്ങൾക്ക് ജയിക്കാൻ ഒരു അവസരം കൂടെ കിട്ടുകയാണ്. ഇതിൽ നിന്ന് ഒരാൾക്ക് സെമി ഫൈനലിലേക്ക് കയറാനുള്ള അവസരമാണുള്ളത്. അപ്പം സെമി ഫൈനൽ ക്വാളിഫയർ റൗണ്ട് ആണ് നിങ്ങൾ എല്ലാവരും കൂടെ പങ്കെടുക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഒരാൾ ജയിച്ച് നമ്മുടെ സെമി ഫൈനൽസിലുള്ള ടീമിന്റെ കൂടെ ചേരാൻ പോവുകയാണ്. ഗോപിക, ശിവപ്രിയ ആൻഡ് അൻസിയ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ നിന്ന് ഓരോ പച്ചക്കറിയുടെ പേര് പറയും. നിങ്ങൾ അത് കറക്റ്റായിട്ട് തൊട്ട് ഫീൽ ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്ലേറ്റിലേക്ക് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 3, 2, 1 ഗോ. ബീട്രൂട്ട്. ബീട്രൂട്ട്. ഓക്കേ. ബീട്രൂട്ട്. സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞിരിക്കുകയാണ്. മാങ്ങ. മേടിച്ചോ. മാങ്ങ. മാംഗോ.
ഓക്കെ ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് മരിച്ചീനി. മരിച്ചീനി, ടപ്പിയോക്ക, ടപ്പിയോക്ക. മരിച്ചീനി എന്താണെന്ന് അറിയണത് ടീച്ചറാണ്. തപ്പി നോക്കാം. ടപ്പിയോക്ക. സമയം കഴിഞ്ഞിരിക്കുന്നു, സമയം കഴിഞ്ഞിരിക്കുന്നു. വഴുതന. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞിരിക്കുന്നു. നെല്ലിക്ക. ഓക്കെ, ടൈം അപ്പ്. ഇനി ചെറുനാരങ്ങ. ഓക്കെ, സമയം കഴിഞ്ഞു. അടുത്തത് പച്ചിമുളക്. സമയം കഴിഞ്ഞിരിക്കുന്നു. ഐറ്റംസ് ചെക്ക് ചെയ്തതിന് മുന്നേ എനിക്ക് ഈ ടീച്ചറിന്റെ അടുത്ത് ചെറിയൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്തുവാണ് ചേച്ചി, ഇത് ഏത് നാട്ടിലെ മരിച്ചീനിയാണ്? ഇത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഐറ്റമാണ്. ഓക്കെ, മാങ്ങയെന്ന് പറഞ്ഞപ്പോഴാണ് വഴുതന. അപ്പൊ അത് മാറ്റിക്കോ. മാങ്ങയെന്ന് പറഞ്ഞ വഴുതന എടുത്ത് വഴുതന എന്ന് പറഞ്ഞപ്പോ മാങ്ങ. അപ്പൊ അത് മാറ്റിക്കോ. ഇത് കറക്റ്റായിട്ട് എടുത്ത് മുളക്, കറക്റ്റായിട്ട് എടുത്ത്, ഇത് കറക്റ്റായിട്ട് എടുത്ത്. അപ്പൊ 4. ഇത് ടീച്ചർക്ക് കറക്കരിയാൻ വേണ്ടി എടുത്ത, ഇത് ലിസ്റ്റിലേ ഇല്ല. ഇത് ഓണസദ്യക്ക് എടുത്താണ്. ശരി, അപ്പൊ 3 ഐറ്റം. തപ്പിയോക്ക കറക്റ്റ്. ഇത് വഴുതനം, നെല്ലിക്ക, ബീട്രൂട്ട്, ചെറുനാരങ്ങ. 1 2 3 4 5 കറക്റ്റ്. 5 ഐറ്റം കറക്റ്റ് ആണ്. അവിടെയോ? ഉള്ളി ഇല്ല, വെങ്കായം ഇല്ല. വെങ്കായം ലിസ്റ്റിലില്ല. ഇത് 3 കറക്റ്റാ എടുത്തില്ല. അപ്പൊ അവിടെ 3, അവിടെ 3, ഇവിടെ കിട്ടിയിരിക്കുന്നത് 5. അപ്പോ സെമി ഫൈനൽസിലേക്ക് കയറിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ദ ലിറ്റിൽ മാസ്റ്റർ ശിവപ്രിയ. വേറൊരു കേസ് പറയാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഉടനെ തന്നെ ഓടിപ്പോയി നമ്മുടെ KSFE ഹാർമണി ചിട്ടിയിൽ ചേരണം. ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്ര സുനിശ്ചിതമാണ്. സെമി ഫൈനലിലേക്കുള്ള ക്വാളിഫയേഴ്സ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശിവപ്രിയ യെസ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ 2 മത്സരാർത്ഥികളുടെ അവസരം കഴിഞ്ഞിരിക്കുന്നു. അല്ലെ, ഓണം ആയതുകൊണ്ട് അവരെ വിഷമിപ്പിച്ച് പറഞ്ഞിടാനൊന്നും പറ്റൂല. നമ്മൾ ഉറപ്പായിട്ടും സമ്മാനം കൊടുക്കും. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അൻസിയയ്ക്ക് തരികയാണ് നമ്മുടെ പാർക്കുട്ടി നന്നായിട്ടുണരാൻ 4 വിഷ് മാറ്റർ ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു സമ്മാനം. ടേസ്റ്റി പുഡിംഗ് സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു സമ്മാനം. എടാ, ഈ പാറുവിന്റെ ഗന്ധർവൻ നീയല്ലേ? നിനക്കതങ്ങ് തുറന്ന് പറഞ്ഞൂടെ? നീ എന്താ അത് തുറന്ന് പറയാത്തത്? ഇപ്പൊ പ്രിയൻ ഒരു റെമോ രീതിയിലാണ് ഗന്ധർവൻ. റെമോയോ? റെമോ. അപ്പൊ പാറുവിനെ ആരും ഉപദ്രവിക്കാൻ നേരത്ത് അത് അന്യനായിട്ട് മാറും. അപ്പൊ പ്രിയൻ ചേട്ടനെ പോലെ തന്നെ ആയിരിക്കണം ഗന്ധർവൻ എന്ന് എപ്പ പാറു പറയോ അതിന് വേണ്ടിയിട്ട് ആ സമയത്തിന് വേണ്ടി പ്രിയൻ വെയിറ്റ് ചെയ്യണേ. അപ്പൊ ആ കാത്തിരിക്കേണ്ട വന്നോണ്ടിരിക്കേണ്ട എത്തും. യെസ്. അടുത്തത് എന്റെ പാറുക്കുട്ടിയുടെ അടുത്ത് എനിക്കും ഒരു ചോദ്യമുണ്ട്. പാറുക്കുട്ടിയുടെ അടുത്തുള്ള ചോദ്യം എന്താന്ന് വെച്ചാലേ, ഇപ്പൊ പ്രിയനെ ഇപ്പം നന്നായിട്ട് മനസ്സിലായല്ലോ. ഇപ്പം നൗ ഹീസ് എ ഗുഡ് ഫെലോ, നല്ലൊരാളല്ലേ. അപ്പൊ പ്രിയനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ജെന്യൂൻ ആണ് ரொம்ப. എന്നെ മാതിരി അല്ല, പ്രിയൻ ജെന്യൂൻ ആണ്. ആക്ച്വലി ആരും തപ്പ് ചെയ്യാത്ത രീതിയില് എല്ലാവരുടെയും നന്നായിട്ട് പെരുമാറുന്ന, തെറ്റ് ചെയ്യാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആൾ. അടിപൊളി, അടിപൊളി. അങ്ങനെ ഒരാൾ. നമുക്കപ്പോ സെമി ഫൈനൽസിലേക്ക് പോയാലോ? യെസ്. അപ്പൊ സെമി ഫൈനൽസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 പേരെയായിരുന്നു നേരത്തെ. പക്ഷെ ഇന്ന് ഒരാളും കൂടെ ചേർന്ന 4 പേര്. അതെ, 4 പേരിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു കൈയടിയോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ 4 സെമി ഫൈനലിസ്റ്റുകളെ. ഞാൻ ഇപ്പൊ ഒരു ഓഫർ വെക്ക പോറേ. ഇത് ഓണമല്ലേ, എക്സ്ചേഞ്ച് ഓഫർ. എന്റെ എക്സ്ചേഞ്ച് ഓഫർ. നീ ശിവപ്രിയ എടുത്തോ. ശിവപ്രിയയുടെ കാര്യമല്ല. എന്റെ പാറു പ്രിയ, വാ പ്രിയ. നീ കുറച്ചു നേരത്തേക്ക് പാറുവിന്റെ ഗന്ധർവനായിക്കോ. 55,000 രൂപയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് മത്സരിക്കുന്നത്. അത് പിന്നെ നാളെയൊക്കെ ആകുമ്പോൾ 1,30,000 ആവും. അതുകൊണ്ട് വളരെ കാര്യഗൗരവമായിട്ട് മത്സരിക്കണം. ബിന്ദു ചേച്ചി ആൻഡ് ആഗ്ന. ഓക്കെ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പഴം എടുക്കണം, കഴിക്കണം എന്ന് പറഞ്ഞാൽ മുഴുവൻ പഴവും വായിക്കാത്താക്കിയിട്ട് വേണമെങ്കിൽ ഓടിപ്പോയി ബലൂൺ പൊട്ടിക്കണം. അപ്പം ഓരോ ബലൂൺ പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു പഴം നിങ്ങൾ വായിക്കാത്താക്കിയിരിക്കണം. അത് ഇറക്കണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ തീരുമാനം. പക്ഷെ അത് ഇറങ്ങിയാലേ അടുത്തത് കഴിക്കാൻ പറ്റൂ. ഒരിടത്തും തുപ്പിടാനൊന്നും പാടില്ല. പിന്നെ ആവശ്യാനുസരണം പഴത്തിന്റെ കൂടെ വെള്ളം ചേർത്ത് അരയ്ക്കണം കേട്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ. Your time starts now. എളുപ്പം. എന്റെ ആഗ്രഹം
നേരെ കഴിക്ക്. കൊച്ചി എളുപ്പമാണ്. ഇത് നശി- അത് ഇറക്കൂ. സമാധാനമായിട്ട് ഇറക്കൂ. സമാധാനമായിട്ട് ഇറക്കൂ. ആ, ഓക്കേ. അടുത്ത പഴം. വേഗോട്ടെ ആ, പോയിക്കോളൂ. രണ്ടാമത്തെ പേരുള്ളൂ. ഓട്ടിക്കുന്നു. ഓ, അടി മോനെ വാ. Ready, ready, വാ, 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 വാ. അടുത്ത പഴം, അടുത്ത പഴം, അടുത്ത പഴം. ചെറിയ പഴം, ചെറിയ പഴം, ചെറിയ പഴം. ആ, അതിട്ടോ. മെഴുകോ നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. അടിച്ച് കയറ്റി. ആ, ആ. ആ, ഓക്കെ. പോയിട്ട് വാ. മൂന്നാമത്തെ ബലൂൺ. ആ, ആടി വാ, വാ. എന്റെ അമ്മോ, ഇന്ന് ഇവിടത്തെ ബാത്റൂമിലൊക്കെ കോളായിരിക്കും. കഴിക്ക്. ഉള്ളത് കൊണ്ടുപോയി. ആ, പോട്ടെ. നാലാമത്തെ ബലൂൺ. ആടി പൂക്കുറ്റി വാ. Five, 4, 3, 2, 1, 0. എനിക്ക് ആ ചേച്ചിയുടെ മനസ്സ് കേൾക്കാം. മോനെ ഒരു 2 മിനിറ്റ് സമയം കൂടെ തന്നെങ്കിൽ ഇത് മൊത്തം ഞാൻ തിന്നീർത്തേ. ഇവിടെ ഒരാള് പഴം കഴിച്ച കണ്ടാ നീ ഒരു പഴത്തിനെയൊക്കെ ഉണ്ടല്ലോ ആദ്യം എടുത്ത് പഴത്തിനെ തഴുകും. അയ്യോ പാവം, നിന്നെ ഞാൻ കഴിക്കണോടാ. പിന്നെ പതിക്കെ എന്നിട്ട് ഓരോന്നായിട്ട് ഒടിച്ച് എന്റെ ക്യൂടെക്സ് എന്റെ ലിപ്റ്റിക്ക് ഒന്നും പോകണമെന്ന് എന്നെ തോപ്പിക്കാനായിട്ട് ഇറങ്ങി വന്നോണം. ജയിച്ചിരിക്കുന്നു എന്റെ സ്വന്തം ചേച്ചി. അഗ്നയ്ക്ക് മത്സരിക്കാൻ ഇനി ഒരു അവസരം കൂടെ ഉണ്ട്. ഇതെന്താ 3rd പ്രൈസിനുള്ള മത്സരമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കാണികൾക്ക് സമ്മാനം കൊടുക്കാൻ വീണ്ടും സമയമായിരിക്കുന്നു. എന്റെ പ്രിയ പ്രേം പൂജ സീരിയലിലെ പൂജയെ പരിചരിക്കാൻ വന്ന പുതിയ വേലക്കാരിയുടെ പേര് എന്താണ്? ക്ലാരമ്മ. ക്ലാരമ്മ കറക്റ്റ് ആൻസർ. ചേച്ചിക്ക് ലഭിക്കുന്ന ഡീപ് പൂൾ കാസ്റ്റ് ആപ്പ് നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ നമുക്ക് സെമി ഫൈനലിലെ 2ാം പാദം മത്സരത്തിലേക്ക് പോവാണ്. അങ്ങനെ ശിവപ്രിയയും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട നിതയും കൂടെ ചേർന്നാണ് മത്സരിക്കാൻ പോകുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ? ഓണത്തിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു കളിയാണിത്. ഇത് കഴിച്ചു തീർക്കുക. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളായിരിക്കും വിജയ്. അതുപോലെ തന്നെ താഴെ വീഴുന്നതും നമ്മൾ കണക്ക് കൂട്ടുന്നതായിരിക്കും കേട്ടോ. താഴെ വീഴുന്നത് കുറയാനും കഴിക്കുന്നത് കൂടുതലും വേണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കഴിച്ചോ 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 കഴിച്ചോ. ഒരെണ്ണം കടിക്കും. കുറച്ചെങ്കിലും. യെസ് യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കഴിച്ചോ. പൊട്ടിച്ച് കയ്യിലോട്ട് വെച്ചോടത്. സൂപ്പർ. ഇവിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ലട്ടോ. അവിടെ ഫൗള് കാണിക്കുന്നത്. കഴിച്ചോ. ഇവിടെ നോക്കിയോ. 5, 4, 3, 2, 1, 0. അങ്ങനെ വാശിയേറിയ പപ്പട തീറ്റ മത്സരത്തിനൊടുവിൽ ആരാണ് ജയിച്ചതെന്ന് അറിയാൻ സമയമായിട്ടോടെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ആയ ചട്ടമ്പി പാറുവിനെയും പ്രിയനെയും ഞാൻ അതിലേക്കായിട്ട് ക്ഷണിക്കുകയാണ്. ചട്ടമ്പി പാറുവിനെ കൊണ്ട് ജഡ്ജി ആയിരിക്കണം നല്ലത്. അതെന്താ കള്ളത്തരം കാണിച്ചല്ലേ? അങ്ങനെ ഒന്നല്ല. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും നല്ല മുഴുത്ത ഒരു കഷണം നോക്കി ഒടിച്ചെടുത്ത് ആ കൊച്ചിന്റെ അണ്ണാക്കി വെച്ചെടുത്ത്. അയ്യോ ഞാൻ ഇത് കണ്ടില്ല, നീ സത്യസന്ധരായോണ്ടത് പറഞ്ഞു. അപ്പൊ എന്തുവാണ് അവിടുത്തെ അവസ്ഥ? ഇവിടെ തന്നെ അങ്ങനെ വാശിയേറിയ പപ്പട തീറ്റ മത്സരത്തിൽ ചെറിയ കള്ളത്തരം ജഡ്ജി കാണിച്ചത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നിത ഇതാ ജയിച്ചിരിക്കുകയാണ്. ഓണ സെലിബ്രേഷൻസ് തുടങ്ങിയ സമയം തൊട്ട് തോറ്റു മൂക്കൂത്തിന്ന വിജയ് അങ്ങനെ ഒടുവിൽ ജയിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയുടെ വിജയ്ക്ക് നമുക്ക് കൊടുക്കണം. ഞാൻ വന്നോണ്ടാണത്. മൈ ലക്കി ചാം പ്രിയൻ. ഈ ലക്കി ഡ്രോ ആർക്കാണ് കിട്ടാൻ പോണ ലക്കോണം നോക്കാം. പ്രിയ. ദേവിക വി എസിന് സമ്മാനമായി ലഭിക്കുന്നു വണ്ടർലായിലേക്ക് പോകാനുള്ള ഒരു കപ്പിൾ എൻട്രി പാസ്.
55,000 രൂപ ഇന്ന് ആർക്ക് കിട്ടാൻ പോവുകയാണെന്ന് ഇപ്പൊ നമ്മൾ അറിയാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരെയും ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന നമ്മളുടെ സ്വന്തം ജാക്ക്പോട്ട് റൗണ്ട്. ഇത് ആരാണ് എടുക്കണ്ടേ? ഇത് എടുക്കേണ്ട നമ്മുടെ ജയിച്ചു നിൽക്കുന്ന 2 മത്സരാർത്ഥികൾ. ഇപ്പം ഒരു 30,000 രൂപ ആരുടെ കയ്യിലാ ഉള്ള? ഇനി ഇത് എടുക്കുക. അത് നമ്മൾ വെച്ചിട്ടാണല്ലോ കളിച്ചത്. പക്ഷെ ഇത് 30 അല്ല, 55,000 രൂപയാണ് കിട്ടാൻ 55,000 രൂപ. എടുത്തോ, എടുത്തോ, എടുത്തോ. അയ്യോ, ഒരു മത്സരവും ഇല്ല. അത് നിനക്ക്, ഇത് എനിക്ക്. പിന്നെ എന്തിനാണ് നമ്മളിട്ട് കറക്റ്റ് ചെയ്തത്? ഇവിടെ 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 എന്റെ സൈഡിൽ നിൽക്കുമ്പോ എന്താണ് നടക്കണമെന്ന് എനിക്കൊന്ന് അറിയണം. ഈശ്വര, 55,000 രൂപ എന്റെ ബിന്ദു ചേച്ചിക്ക് കിട്ടണേ. എന്റെ സൈഡ് വിജയിക്കണേ. 55,000 രൂപ അടിച്ചിരിക്കുകയാണ് നിത ചേച്ചിക്ക്. ചേച്ചി വിഷമിക്കണ്ട, 2 പേർക്കും ഫൈനലിലേക്ക് പോകാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. നാളെ ആയിരിക്കും 1,30,000 രൂപ ആരുടെ പക്കലാണ്? നമ്മുടെ ആർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുത്ത് വിടുകയാണ് അളിയ. അതായത് 1ാം സമ്മാനമുണ്ട്, 2ാം സമ്മാനമുണ്ട്, 3ാം സമ്മാനമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് 1,30,000. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് ആർക്കൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളാണ്, എത്ര രൂപയാണ് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നാളെ വരെ ഒന്ന് കാത്തിരിക്കണം. ഞങ്ങൾ പോയിട്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു വരാം. അത് മാത്രമല്ല, എന്റെ ഭാര്യയും സംഘവും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞ സൂര്യ ടിവിയുടെ ഏറ്റവും പുതിയ ഷോ, രമേശ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, ആരെയും ഒപ്പം കുറെ നിങ്ങളെ കുടുകുടാ ചിരിപ്പിക്കാനുള്ള കുറെ മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ട് ഏറ്റവും പുതിയ ഷോ വരുന്നുണ്ട്. കൃത്യം 8 മണിക്ക്. ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഷോ കൂടെ കണ്ടിട്ട് ഇവിടെ വീട്ടാൽ മതി. അതുവരെ അവിടെ ഇരിക്കൂ. അപ്പോ ഇന്ന് രാത്രി 8 മണിക്ക് അപ്പോ നിങ്ങളുടെ ഇന്നത്തെ ചിരി സൂര്യക്കൊപ്പമായിരിക്കും. ഫൺ ബേബി ഫൺ, വെയിറ്റ് ഫോർ ദാറ്റ്.